ഗുഡ് മോർണിംഗ് ഓൾ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ യൂസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നുള്ള ഒരു സബ് ടോപ്പിക്ക് വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സബ് ടോപ്പിക്കിൽ മെയിനായിട്ട് 2 ഡിവിഷനാണ് വന്നിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ 2 ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആയിട്ടുള്ള GIS അല്ലെങ്കിൽ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് അതിലെ അടുത്ത ഒന്നായിട്ടുള്ള GPS ആണ്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. Okay, GPS is particularly useful during disasters because it operates in any weather, anywhere and all times. അപ്പോൾ GPS-ൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ദുരന്തം സംഭവിക്കുന്ന ആ ഒരു കണ്ടീഷനിൽ പ്രവർത്തിക്കാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ് GPS. ബിക്കോസ് ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് ഇൻ എനി വെതർ, ഏത് വെതർ കണ്ടീഷൻ ആയാലും, എത്ര മഴയായാലും കാറ്റാണെങ്കിലും ഏത് വെതർ കണ്ടീഷനും ഈ GPS എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്ന പറയുന്നത്. എനിവേർ ആൻഡ് അറ്റ് ഓൾ ടൈംസ്, എവിടെയും ഏത് സമയത്തും പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. വൈൽ ഇറ്റ് ഫങ്ഷൻസ് സിംപ്ലി ടു ഗീവ് ദ ലൊക്കേഷൻ ഓഫ് ദ റിസീവർ, ദ ലെവൽ ഓഫ് പ്രിസിഷൻ ഓഫ് GPS മേക്സ് ഇറ്റ് ക്വൈറ്റ് യൂസ്ഫുൾ ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഓക്കെ, അതിൻ്റെ GPS-ൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് റിസീവറുടെ ലൊക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു സംഭവം നടന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ നടന്നു കഴിഞ്ഞാൽ അതിൽ ഇൻക്ലൂഡഡ് ആയവരുടെയൊക്കെ കറക്റ്റ് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അതിൻ്റെ ആ ഒരു പ്രിസിഷൻ അല്ലെങ്കിൽ ആ ഒരു അത്രയും ക്വാളിറ്റി, അതിൻ്റെ ഒരു കറക്റ്റ്നെസ് ഏറ്റവും പ്രിസൈസ് ആയിരിക്കും. അല്ലെങ്കിൽ അത് തരുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അത്രയും ബിലീവബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ സംഭവിച്ച് അതിനെ നമ്മൾ മാനേജ് ചെയ്യാൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് വേണ്ട നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ള ഒരു മൂവിൽ നിൽക്കുമ്പോൾ ഈ ഒരു GPS-ൻ്റെ ഹെൽപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് അത്രയും ഇൻക്രെഡിബിൾ ആണെന്നാണ് പറയുന്നത്. GPS find its greatest utility during the response and recovery phases. അപ്പോൾ GPS-ൻ്റെ ഏറ്റവും ഒരു യൂസ് എന്ന് പറയുന്നത്, ഏറ്റവും നല്ല യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടൈം ഓഫ് റെസ്പോൺസ് ആൻഡ് റിക്കവറി. ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞ് അത് നമ്മളെങ്ങനെ റെസ്പോണ്ട് ചെയ്യും, അതിൽ എങ്ങനെ റിക്കവർ ചെയ്യും എന്നുള്ള ആ ഒരു കണ്ടീഷനിലാണ് GPS-ൻ്റെ യൂസ് ഏറ്റവും റെലവൻ്റ് ആയിട്ട് വരുന്നത്. However, it can also be utilized during preparedness and mitigation phases. അപ്പോൾ ഒരു ഡിസാസ്റ്റർ കഴിഞ്ഞതിന് ശേഷം മാത്രമല്ല, മറിച്ച് നമ്മൾ ഫസ്റ്റ് പ്രീ ഡിസാസ്റ്റർ സ്റ്റേജിൽ പറഞ്ഞു പ്രിപ്പയർനെസ് ഉണ്ട്, മിറ്റിഗേഷൻ ഫേസസ് ഉണ്ട്. ആ ഒരു ടൈമിലും ഇത് യൂസ് ചെയ്യുന്ന നല്ലതാണ്. ആ ഒരു ടൈമിലും GPS ഹെൽപ്ഫുള്ളാണ്. പക്ഷെ അതിൻ്റെ കുറച്ചുകൂടെ ബെറ്റർ ഹെൽപ്പ് വരുന്നത് അത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് ഡിസാസ്റ്റർ സ്റ്റേജിൽ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ ആണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൊക്കേഷൻ ട്രേസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ യൂസ് എന്ന് പറയുന്നത്. ആൻ ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ് GPS ട്രാക്കിംഗ് ഓഫ് എമർജൻസി വെഹിക്കിൾസ് ഓർ സപ്ലൈസ്. അപ്പോൾ വേറൊരു GPS-ൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസ് എന്ന് പറയുന്നത് എമർജൻസി വെഹിക്കിൾസിൻ്റെയും ബാക്കി എമർജൻസി അത്യാവശ്യ കാര്യങ്ങളുടെയും ട്രാക്ക് ചെയ്യാം എന്നുള്ളതാണ്. അതിനെയൊക്കെ ട്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ എവിടെയാണ്, എപ്പോൾ എത്തും, അല്ലെങ്കിൽ അത് എത്താൻ എടുക്കുന്ന ടൈം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ, അതൊക്കെ ട്രാക്ക് ചെയ്യാൻ കഴിയും. In this application, the GPS receiver attached to the vehicle and the location is overlaid onto the map. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ ഈ GPS എന്ന് പറയുന്നത് ആ വെഹിക്കിൾ, ഏത് വെഹിക്കിളാണോ നമുക്ക് ലൊക്കേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് വെഹിക്കിളാണോ നമുക്ക് ട്രാക്ക് ചെയ്യേണ്ടത് അതിൽ ഘടിപ്പിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അത് ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് മാപ്പ് വഴി അവൈലബിൾ ആവും. അതർ ആപ്ലിക്കേഷൻസ് ഇൻക്ലൂഡ് ദ മോണിറ്ററിംഗ് ഹൈറ്റ്സ് ഓഫ് വേവ്സ്. GPS units are fixed to buoy and heights of units can be determined to within centimeters. Any significant change in wave height or velocity can trigger an alarm for a tsunami or sea surge. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ ഒരു ആപ്ലിക്കേഷനായിട്ട് എമർജൻസി വെഹിക്കിളിലൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. വേറൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മോണിറ്ററിങ് ദ ഹൈറ്റ് ഓഫ് വേവ്, തിരമാലകളുടെ ഹൈറ്റ്സ് അല്ലെങ്കിൽ തിരമാലകൾ എത്ര ഹൈറ്റിൽ വരെ വരാം എന്നുള്ളത്, സുനാമിയുടെയൊക്കെ ഒരു മുന്നറിയിപ്പ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് പറയുന്നത് അതർ ആപ്ലിക്കേഷൻ ഇൻക്ലൂഡ് മോണിറ്ററിങ് ദ ഹൈറ്റ്സ് ഓഫ് വേവ്സിൻ്റെ ഹൈറ്റ്സ് മോണിറ്റർ ചെയ്യാനും ഇത് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതാണ് GPS-ൻ്റെ വേറൊരു യൂസായി പറയുന്നത്. GPS units are fixed to buoys and heights of the units are can be determined. അപ്പോൾ ബോയ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ കടലിലൂടെയൊക്കെ പോകുമ്പോൾ അടിയിൽ പാറ ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അവരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒന്നാണ് ബോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് GPS വെക്കുക.
and it can be determined within centimeters. Any significant change in wave height or velocity can trigger. അപ്പം അത്രയും അടുത്ത് തന്നെ വേവ്സിന് വരുന്ന ചേഞ്ചസോ അല്ലെങ്കിൽ എത്ര വെലോസിറ്റിയിൽ അത് വരും അല്ലെങ്കിൽ അതിൻ്റെ ഹൈറ്റ് എത്രയാണെന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ GPS യൂസ് ചെയ്ത് സാധിക്കും. അതൊരു സുനാമി അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു സുനാമിയുടെ മുന്നറിയിപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു അത്രയും വലിയൊരു അപകടത്തിൻ്റെ മുന്നറിയിപ്പായിട്ടോ ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാമെന്ന് പറയും. GPS യൂസ്ഫുൾ ആണെന്നാണ് പറയുന്നത്. വോൾക്കനോസ് ക്യാൻ ഓൾസോ ബി മോണിറ്റർഡ് യൂസിങ് GPS. അതേപോലെ തന്നെ അഗ്നിപർവ്വതം, കടലിലൊക്കെ ഉണ്ടാകുന്ന അഗ്നിപർവ്വതം അല്ലെങ്കിൽ മറ്റ് അഗ്നിപർവ്വതങ്ങളൊക്കെ ഇത് വെച്ചിട്ട് മോണിറ്റർ ചെയ്യാമെന്നാണ് പറയുന്നത്. ബൈ മെഷറിംഗ് ദ ഡിഫോർമേഷൻ ഓഫ് ദ ഗ്രൗണ്ട്, ഇൻഫറൻസ് അബൌട്ട് വോൾക്കാനിക് ആക്ടിവിറ്റി ക്യാൻ ബി മെയ്ഡ്. അപ്പോൾ ബൈ മെഷറിംഗ് ദ ഡിഫോർമേഷൻ ഓഫ് ദ ഗ്രൗണ്ടിൽ വരുന്ന ചേഞ്ചസ് കണക്കാക്കി അല്ലെങ്കിൽ അതിൻ്റെ ബേസിൽ വരാൻ പോകുന്ന വോൾക്കാനിക് ആക്ടിവിറ്റീനെ കുറിച്ച് ഇൻഫോർമേഷൻ തരാൻ GPS കഴിയും. അല്ലെങ്കിൽ GPS ഗ്രൗണ്ടിൽ നടക്കുന്ന എന്തെങ്കിലും ഡിഫോർമേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് അത് ബേസ് ചെയ്തിട്ട് വോൾക്കാനിക് എറപ്ഷൻസോ പറഞ്ഞ പോലെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ അത്രയാണ് യൂസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ പഠിക്കാനുള്ളത്. ആദ്യം നമ്മൾ GIS എന്താണെന്ന് നോക്കി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് GIS എന്ന് പറയുന്നത് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റമാണ്. ഡിസാസ്റ്റർ മാപ്പിങ്ങും അതേപോലെ തന്നെ ബാക്കി അസസ്മെൻറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റമാണ്. അത് കഴിഞ്ഞിട്ട് വേറെ ഒന്ന് പഠിച്ചത് GPS ആണ്. ഇപ്പോൾ നമ്മൾ നോക്കിയ GPS ആണ്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത് മെയിനായിട്ട് ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. മറ്റു പല യൂസേഴ്സായിട്ട് നമ്മൾ എമർജൻസി വെഹിക്കിൾസിൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ വേവ്സിൻ്റെയൊക്കെ ഹൈറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നതാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്. അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റീനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ഒരു ഡിസാസ്റ്ററിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റീനെ മുൻനിർത്തി ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഡിസാസ്റ്ററിന് വേണ്ടിയിട്ട് ഒരു പ്രീ ഡിസാസ്റ്റർ സ്റ്റേജിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതാണ്. പ്രിപ്പയർനെസ് to face disaster is required at all levels, right from the household to the state government, to minimize the impact of disasters. അപ്പോൾ ഒരു ഡിസാസ്റ്റർ നമുക്ക് മുൻകൂട്ടി ഒരു ഇൻഫർമേഷൻ ലഭിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വർഷം സംഭവിച്ചു, അപ്പോൾ നമ്മൾ എന്തായാലും അടുത്ത വർഷം അത് സംഭവിക്കാനുള്ള ഒരു സംഭവിക്കണം എന്നല്ല, എന്നാൽ പോലും അത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പ്രിപ്പയർനെസ് എടുക്കും. ഈ പറയുന്ന പ്രിപ്പയർനെസ് അല്ലെങ്കിൽ മുൻകരുതലുകൾ എവിടുന്ന് തുടങ്ങണം എന്നാണ് പറയുന്നത്. റൈറ്റ് ഫ്രം ദ ഹൗസ് ഹോൾഡ്, നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം, ടു ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് വരെ എത്തി നിൽക്കുന്ന, അങ്ങനെ ആ ഒരു വീട്ടിൽ നിന്ന് തുടങ്ങി സ്റ്റേറ്റ് ഗവൺമെൻറ് വരെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ ഒരു പ്രിപ്പയർനെസ് എന്നാണ് പറയുന്നത്. The government cannot reach out immediately to each and every household village at the time of disaster. അപ്പം മൊത്തമായിട്ട് ബാധിക്കുന്ന ഒരു ഡിസാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഗവൺമെൻറ് വിചാരിച്ചാൽ എല്ലായിടത്തും അല്ലെങ്കിൽ ഈച്ച് പ്ലേസിൽ എത്താൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അതിൻ്റെ പ്രിപ്പയർനെസ് നമ്മൾ ഓരോരുത്തരും സ്വയം എടുക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന ഒരു അപകടം നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയും. The community is the first responder of any disaster and develops some traditional coping mechanisms to reduce their vulnerabilities. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയാണ് പെട്ടെന്നൊരു ഡിസാസ്റ്റർ സംഭവിച്ചാൽ അതിലിപ്പോൾ രക്ഷാപ്രവർത്തനം നടത്താനും അല്ലെങ്കിൽ ഈ ഡിസാസ്റ്ററിൽ അകപ്പെടുന്നതും ഒക്കെ ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ബാക്കി എല്ലാവരും എത്തുന്നതിനൊക്കെ മുന്നേ ഈ കമ്മ്യൂണിറ്റിയിലാണ് ഇത് ബാധിക്കുന്നത്. In order to generate the preparedness and response within the people, community-based disaster preparedness plans or CPDP has to be developed in all vulnerable areas. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലാണ് ഇത് ഫസ്റ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് കമ്മ്യൂണിറ്റിക്ക് ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അതൊരു ആശ്വാസമാണ്. കാരണം എല്ലായിടത്തേക്കും ഓടിയെത്താൻ അവരെ കൊണ്ട് പെട്ടെന്ന് ഒരു ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ അതിൻ്റെ റിക്കവറി അല്ലെങ്കിൽ റെസ്പോൺസ് പറയുന്നത് ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമാണ്. അത് എല്ലായിടത്തും പ്രോപ്പറായിട്ട് എത്തിക്കോളാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയുടെ ബേസിൽ നിന്ന് തന്നെ ഇതിനുള്ള പ്രിപ്പയർനെസ് സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തൊക്കെ മെഷേഴ്സ് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ എടുക്കണം എന്നുള്ളത് ആ ഒരു ലെവലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ അപകടങ്ങൾ നമുക്ക് കുറയ്ക്കാനും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാനും സാധിക്കുന്ന പറയുന്നത്. അതിനെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്ന ഒരു പ്ലാനാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാൻസ് ഓർ CPDP എന്ന് പറയുന്നത്. ഈ CPDP ഈസ് എ ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് എ കമ്മ്യൂണിറ്റി ഡിസൈഡ്സ് ടു ഫോളോ ടു പ്രിവെൻറ്റ് ലോസ് ഓഫ് ലൈഫ്, ലൈവ്ലിഹുഡ്സ് ആൻഡ് പ്രോപ്പർട്ടി ഇൻ കേസ് ഓഫ് ഡിസാസ്റ്റർ. അപ്പോൾ ഒരു CPDP ഇൻക്ലൂഡ് ചെയ്യുന്നത്
CPBP എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാൻ ആണ്. അതിൽ ഇൻക്ലൂഡ് ആവുന്ന അല്ലെങ്കിൽ അതിൽ ഇറ്റ് കണ്ടെയ്ൻ സം ആക്ടിവിറ്റീസ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അതിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്? A community decides to follow to prevent loss of life. എന്തിനൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ആ ആക്ടിവിറ്റീസ് നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ ആ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്നത്? ടു പ്രിവെൻറ്റ് ലോസ് ഓഫ് ലൈഫ്. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാലുള്ള മരണസംഖ്യ അല്ലെങ്കിൽ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിൻ്റെ ആ ഒരു തോത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ലൈവ്ലിഹുഡിന് അവരുടെ വരുമാന മാർഗ്ഗം എല്ലാം നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും, പ്രോപ്പർട്ടിക്കും ബാക്കി വരുന്ന സമ്പത്തുകൾക്കൊക്കെ നാശം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാനിൽ നമ്മൾ അത്തരം ആക്ടിവിറ്റീസാണ് അതിൽ ലിസ്റ്റ് ചെയ്യുന്നത്. It also identifies well in advance actions to be taken by individuals in the community so that each one is aware of his or her responsibilities when an emergency warning is received. അപ്പോൾ അത് ഒരു കമ്മ്യൂണിറ്റിയുടെ മേലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കുകയല്ല, മറിച്ച് ആ കമ്മ്യൂണിറ്റിയിലുള്ള ഓരോ ഇൻഡിവിജ്വലിനും, ഇപ്പോൾ ഒരു മാൻ ആയാലും ഒരു വുമൺ ആയാലും ഓരോരുത്തർക്കും റെസ്പോൺസിബിലിറ്റി കൊടുക്കാൻ, അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കാൻ അവരോരോരുത്തരും എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു എമർജൻസി വാർണിംഗ്, ഒരു ഡിസാസ്റ്റർ സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്നൊരു വാർണിംഗ് മുന്നറിയിപ്പ് കിട്ടുവാണെങ്കിൽ ഓരോ ഇൻഡിവിജ്വലും സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കറക്റ്റായിട്ടുള്ള ഒരു പ്ലാൻ റെഡിയാക്കുക എന്നുള്ളതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. The plans involve providing training to the community people to make them aware and responsible to protect themselves during the post disasters. അപ്പോൾ ആ ഒരു പ്ലാൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? ട്രെയിനിങ് ആയിട്ടാണ്. കമ്മ്യൂണിറ്റിയിലെ ഓരോ ഇൻഡിവിജ്വലിനും കൊടുക്കുന്ന ട്രെയിനിങ് ആയിട്ടാണ്. അവർക്ക് ഒരു അവയർനെസ് കൊടുക്കാനും, അതേപോലെ തന്നെ സ്വയം അതിൽ നിന്ന്, സ്വയം മാത്രമല്ല മറ്റുള്ളവരെയും എങ്ങനെ അതിൻ്റെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാം, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്വയം അതിൽ നിന്ന് ഓരോരുത്തരും സ്വയം രക്ഷിക്കാൻ നോക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ പറയുന്ന പോലെ ലോസ് ഓഫ് ലൈഫും ലൈവ്ലിഹുഡ്സിനും പ്രോപ്പർട്ടിക്കും വരുന്ന നഷ്ടങ്ങളൊക്കെ നമുക്ക് തടയാൻ കഴിയുമെന്നാണ് പറയുന്നത്. കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് ഈസ്, ഇനി അതെന്താണെന്നുള്ളത് ഒന്നും കൂടെ ഷോർട്ടാക്കി പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ റെസ്പോൺസ് മെക്കാനിസം ടു സേവ് ലൈഫ്, ലൈവ്ഹുഡ്, ലൈഫ് സ്റ്റോക്സ് ആൻഡ് അസറ്റ്സ് വിത്ത് അവൈലബിൾ റിസോഴ്സസ് വിത്തിൻ ദ കമ്മ്യൂണിറ്റി. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് അല്ലെങ്കിൽ CPDP എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റെസ്പോൺസ് മെക്കാനിസമാണ്. അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനോട് എങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു, ഓരോ ഇൻഡിവിജ്വലും എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ്. ടു സേവ് ലൈഫ്, ലൈവ്ലിഹുഡ്, ലൈഫ് സ്റ്റോക്ക് ആൻഡ് അസറ്റ്സ്, നമ്മുടെ ജീവനും വരുമാന മാർഗങ്ങളും അതേപോലെ തന്നെ നമ്മുടെ സമ്പത്തും മറ്റെല്ലാം നമ്മുടെ പ്രോപ്പർട്ടീസ് എല്ലാം സേവ് ചെയ്യാനും, നമ്മുടെ സ്വയം ജീവൻ സേവ് ചെയ്യാനും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്, ഒരു കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു റെസ്പോൺസ് മെക്കാനിസമാണത്. ഇറ്റ് ലീഡ്സ് ടു multi-pronged ഡെവലപ്മെൻറ്റ് ഇൻ്റർവെൻഷൻ ടു അഡ്രസ് ദ റൂട്ട് കോസ് ഓഫ് വൾണറബിലിറ്റി. അതിൻ്റെ പോലെ തന്നെ ആ ഒരു പ്രോബ്ലത്തിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കാനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലീഡ്സ് ടു സെൽഫ് റിലയൻറ്റ് ഡിസാസ്റ്റർ പ്രൂഫ് കമ്മ്യൂണിറ്റി. ഓരോ ഇൻഡിവിജ്വലിലും ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലും റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്ന ഒരു രീതിക്ക് സെൽഫ് റിലയൻ്റ് ആയിട്ട് ഓരോ വ്യക്തിയിലും അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡിസാസ്റ്റർ പ്രൂഫ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൂഫ് എന്താ പറയുക, ഒരു കവചമായിട്ട് കമ്മ്യൂണിറ്റി തന്നെ കവചമായിട്ട്, അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചാൽ ആ ഏരിയയിൽ സംഭവിച്ചാലും സ്വയം എല്ലാവരും പ്രോപ്പറായിട്ട് വെൽ പ്ലാൻഡ് ആണ് അല്ലെങ്കിൽ പ്രിപ്പയർഡ് ആയിരിക്കുമ്പോൾ അത് അത്രത്തോളം ആ ഒരു ഡിസാസ്റ്ററിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ തീവ്രത കുറയ്ക്കാൻ ഹെൽപ്പ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ CBDP അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത ഒന്നാണ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. ഡിസാസ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള റിസ്കിനെ എങ്ങനെ നമ്മൾ റെഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ കുറയ്ക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എയിംസ് ടു റെഡ്യൂസ് ദ ഡാമേജ് കോസ്ഡ് ബൈ നാച്ചുറൽ ഹസാർഡ്സ് ലൈക്ക് earthquakes, ഫ്ലഡ്സ്, ഡ്രോട്ട്സ് ആൻഡ് സൈക്ലോൺസ് ത്രൂ ആൻ എത്തിക് പ്രിവെൻഷൻ. ഓക്കെ, ഒരു പ്രോപ്പർ മാനേജ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ പ്രിവെൻഷനിലൂടെ ഈ പറയുന്ന എർത്ത് ആയാലും ഭൂമികുലുക്കായാലും ഫ്ലഡ് ആയാലും ഡ്രോട്ട്സ് ആയാലും സൈക്ലോൺസ്, ചുഴലിക്കാറ്റോ കൊടുങ്കാറ്റോ അത് കാരണമൊക്കെ ഉണ്ടാവുന്ന ഈ പറയുന്ന നാച്ചുറൽ ഹസാർഡ്സ് അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് വരുന്ന ദുരന്തങ്ങൾ കാരണം ഉണ്ടാക്കുന്ന അപകടങ്ങളുടെ ഒരു പരിധി വരെ അതിനെ കുറയ്ക്കുക അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന ഡാമേജസ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷനിലൂടെ ഉദ്ദേശിക്കുന്നത്.
സോ ഇറ്റ് എയിംസ് ടു റെഡ്യൂസ്, കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്, ദ ഡാമേജസ് കോസ്ഡ് ബൈ എനി നാച്ചുറൽ ഹസാർഡ്സ്, ഏതൊരു നാച്ചുറൽ ഹസാർഡ്സും കാരണം ഉണ്ടാകുന്ന ഡാമേജസ് ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതിനാണ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്നത്. അതിൽ ഓൺസൈറ്റ് ആൻഡ് ഓഫ് സൈറ്റ് എമർജൻസി പ്ലാൻസ് ഉണ്ട്. അതേപോലെ യൂസ് ഓഫ് ട്രംപ് കാർഡ് എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ പോയിന്റ്സ് വരുന്നുണ്ട്.